നമസ്കാരം. ആയൂർ ടു ഓയൂർ ന്യൂസിൻ്റെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ഒരു 16 കെട്ടിൻ്റെ പണി നടക്കുന്നുണ്ട്. നമ്മളാരും അറിയാതെ 3-4 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു പണിയാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. ആയൂരിനും ഓയൂരിനും ഇടയ്ക്കാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ അതൊന്ന് കാണിക്കണം എന്നെനിക്ക് തോന്നി. അവിടെ പോയതുകൊണ്ട് അത് പണിയുന്ന ആളിൻ്റെ അനുവാദത്തോടു കൂടി, ആ വീടിൻ്റെ ഉടമസ്ഥൻ്റെ അനുവാദത്തോടു കൂടി ഞാനിതിൻ്റെ വീഡിയോയൊക്കെ ഒന്ന് പകർത്തി. എന്തായാലും പണി തകൃതിയായിട്ട് നടക്കുന്നതേ ഉള്ളൂ. മുഴുവൻ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സംഭവമാണ്, ഒരു വീടാണ്. വളരെ വിശാലമായ, ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു 6000 സ്ക്വയർ ഫീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് വരുന്ന ഒരു വീടാണ്. 16 കെട്ട് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭിത്തികളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് കരിങ്കല്ലിലാണ്. കരിങ്കല്ല് പ്രത്യേകമായി കൊത്തിയെടുത്ത കരിങ്കല്ലിലാണ് ഇതിൻ്റെ ഭിത്തികൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് ബാക്കിയുള്ള സ്റ്റെയർ കേസ് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും തടിയിൽ പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തടിയുടെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ വേഗത്തിൽ പണികൾ പുരോഗമിക്കുകയാണ്. ഏകദേശം 10-12ഓളം തൊഴിലാളികൾ ഒരേ രീതിയിൽ കുറേ ദിവസങ്ങളായി പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മച്ചുകളൊക്കെ വീട്ടിലും തേക്കിലുമൊക്കെ സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രത്യേക രീതിയിൽ അലങ്കരിച്ച് വളരെ മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഈ വീടിൻ്റെ ഫുൾ പണി കഴിയുമ്പോൾ ഇതിൻ്റെ വീഡിയോ കഴിയുമെങ്കിൽ അന്നൊന്ന് എടുക്കണം എന്നാഗ്രഹിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള അവസ്ഥയിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് നോക്കി, ഇതൊരു 3 നിലകളിലായിട്ടാണ് ഇത് ചെയ്യുന്നത്. പ്രത്യേകമായ രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത്. ഈ സ്റ്റെപ്പിലെല്ലാം തടികൾ കൊണ്ടാണ് ഈ സ്റ്റെപ്പുകൾ അലങ്കരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന ഭിത്തികൾ മുഴുവൻ തടികളിലായിരിക്കും അലങ്കരിക്കപ്പെടുക. ഉള്ളി, തേക്കും വീട്ടിയും മാത്രമാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായത് ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലുള്ള ഒരു റൂമിൻ്റെ ഫ്ലോർ മുഴുവൻ തടിയിൽ ചെയ്തതാണ് നമ്മൾ കണ്ടത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ തടിയിൽ വർക്കുകൾ ചെയ്ത് ഫ്ലോറുകളുടെ പണികളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൂണുകളെല്ലാം അതുപോലെ തന്നെ സൈഡിലുള്ള ഓരോ ഭാഗങ്ങളും കൃത്യമായി തടിയിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആശാരിമാർ ഇവിടെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം ഫുള്ളായിട്ട് ഇനി തടിയിൽ, ഇത് ഓരോ റൂമുകളാണ്. റൂമിൻ്റെ ഫ്ലോറെല്ലാം കംപ്ലീറ്റ് തടിയിലാണ് ചെയ്യുന്നത്. അതുപോലെ സൈഡ് ഭിത്തിയെല്ലാം കംപ്ലീറ്റ് തടിയിലാണ് ചെയ്യുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ഇതിൻ്റെ ഇടനാഴികളാണ് ഈ കാണുന്നത്. വരാന്തകളാണ്. ഈ വരാന്ത 4 സൈഡിൽ, ഈ വീടിൻ്റെ 3 സൈഡിലും വരാന്തകളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ മച്ചും അതുപോലുള്ള പഴയ തട്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവം, ഉത്തരം, കഴുക്കോല് എന്നിവയൊക്കെ ഉപയോഗിച്ച് എല്ലാം തടികളിൽ മാത്രം തീർത്തിട്ടുള്ള വളരെ മനോഹരമായി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാ ഭാഗങ്ങളും കട്ട, അതായത് കോൺക്രീറ്റ് കട്ടകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ഒന്നുകിൽ കോൺക്രീറ്റ്, അതല്ലെന്നുണ്ടെങ്കിൽ കല്ലുകൊണ്ട് കല്ലുകൊണ്ട് കടഞ്ഞെടുത്ത തരത്തിലുള്ള കട്ടകളാണ് ഇതിൻ്റെ റൂമുകളൊക്കെ വേർതിരിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ ഇതിൻ്റെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കയറി ഇങ്ങനൊരു വീഡിയോ എടുത്തത്. പണികൾ നടക്കുന്നതേ ഉള്ളൂ, എന്നാലും പണികൾ നടന്നുകൊണ്ടിരുന്നിട്ട് പോലും ഇത് കാണാൻ വളരെ കൗതുകമുള്ള രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗങ്ങളും വളരെ മനോഹരമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിദഗ്ധരായ ആശാരിപ്പണിക്കാർ ആണിത് ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ സ്റ്റെയർ കംപ്ലീറ്റ് തടി, അത് തേക്കും വീട്ടിയും മാത്രമാണ് ഇതിനകത്ത് എല്ലാ സംഭവങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേക്കും വീട്ടിയും മാത്രമാണ്. ഒരു സൈഡ് ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും, ഈ ഭിത്തിയുടെ എല്ലാ ഭാഗങ്ങളിലും ഇതുകൊണ്ട് തടി കൊണ്ട് ഇതുപോലെ അലങ്കരിക്കും എന്നാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ പണ്ട് കാണുന്നത് പോലെ, പണ്ടത്തെ വലിയ തറവാടുകളിലൊക്കെ കാണുന്നത് പോലെ വളരെ മനോഹരമായ രീതിയിൽ ഇതിന് പ്രത്യേക തരത്തിൽ തടി കൊണ്ട് തന്നെ ഈ എഴികൾ അടിച്ചിട്ടുണ്ട്. ഈ എഴികൾ അടിച്ച ഏറ്റവും മുകളിലത്തെ നിലയിലാണ്, 3ാമത്തെ നിലയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഈ എഴികൾ അടിച്ചിട്ടുള്ളത്. ഈ എഴികളിൽ നിന്നും പുറത്തേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വിശാലമായ മട്ടുപ്പാവിലേക്കാണ് നമ്മൾ ഈ ഇറങ്ങുന്നത്. ഇടത്ത് സൈഡിലേക്കും വലത് സൈഡിലേക്കും മട്ടുപ്പാവുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് വീട്ടിയുടെ തടികൾ കൊണ്ടാണ് നമ്മൾ ഈ എഴികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ സാധാരണ നിലയിൽ ചെയ്യുന്നത് പോലെ എഴികൾ. പിന്നെ മൊത്തത്തിൽ ഓടാണ്. മേൽക്കൂര
ഫുള്ളായിട്ട് പിന്നെ ഓടിലാണ് തീർത്തിട്ടുള്ളത്. അതുപോലെ 16 കെട്ടിൻ്റെ മാതൃകയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ സൈഡുകളിലും 16 കെട്ടിൻ്റെ മാതൃകയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. പ്രത്യേകമായി രീതിയിൽ 16 കെട്ടിൻ്റെ ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകമായി ഡിസൈൻ ചെയ്തെടുത്ത ആളുകളെ കൊണ്ട് ആണ് ഇത് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ വിദഗ്ധരായ തൊഴിലാളികളെ കൊണ്ട് ആശാരി പണികൾ കൃത്യമായി അറിയാവുന്ന വളരെ വിദഗ്ധരായ തൊഴിലാളികളെ കൊണ്ട് ആശാരിപ്പണി ചെയ്യിപ്പിച്ചാണ് ഇപ്പോൾ പണികൾ പുരോഗമിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നമ്മൾ കണ്ടാൽ അന്തം വിട്ടു പോകുന്ന തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. 7,000-ഓളം സ്ക്വയർ ഫീറ്റ് ഏറ്റവും കുറഞ്ഞത് ഈ വീടിന് വരും. കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആയൂരിനും ഓയൂരിനും ഇടയ്ക്ക് കാറാളികുളം എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ പ്രദേശത്താണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വീടിൻ്റെ ഉടമസ്ഥൻ ജനിച്ചു വളർന്ന സ്ഥലം എന്നുള്ള നിലയിൽ ആ സ്ഥലത്ത് തന്നെ വീട് വയ്ക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇദ്ദേഹം ഈ സ്ഥലത്ത് തന്നെ ഈ വീട് വയ്ക്കുന്നത്. കുറച്ച് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്കാണെങ്കിലും മനോഹരമായൊരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മച്ചിൻ്റെ കാഴ്ചകൾ. മച്ചിൽ ഇതുപോലെ വീട്ടിയും തേക്കും മറ്റു ഒരു തരത്തിലുള്ള തടികളും ഇതിലില്ല. വീട്ടിയും തേക്കും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ പണി പുരോഗമിക്കുന്നതിനനുസരിച്ച് ആയൂർ ടു ഓയൂർ ന്യൂസിൻ്റെ ഈ ഒരു ടീം എന്തായാലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. വളരെ മനോഹരമായ ഈ 16 കെട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള നല്ല നല്ല വാർത്തകളും വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം എന്ന ഉറപ്പോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.